ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ആകയാൽ യേശുക്രിസ്തു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നിൽ നിറവേറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എനിക്ക് 4 വയസ്സായിരുന്നപ്പോൾ എൻ്റെ കാലുകൾ രണ്ടും തളർന്നുപോയി. ഗില്ലൻബാരി എന്നൊരു അസുഖമായിരുന്നു. സാധാരണയായി കുട്ടികളിൽ കണ്ടുവരാറുള്ള അസുഖമല്ല. ഇനി വന്നാൽ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയായിരുന്നു. നടക്കാൻ വയ്യ, എഴുന്നേറ്റൊന്ന് ഇരിക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ആ സ്ഥിതിയിൽ നിന്ന് ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് നല്ലവനായ എൻ്റെ ദൈവമാണ്. പ്രാർത്ഥനകളുടെയും നേർച്ചകളുടെയും ഒക്കെ ഫലമായി ഞാനൊരു 4 മാസം കൊണ്ട് പൂർണ്ണമായി സുഖപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് ഒരു പദ്ധതിയുണ്ട്. അത് യഥാകാലം നിറവേറും. എനിക്ക് പേഴ്സണലി ഫേവററ്റ് ആയിട്ടുള്ള ഒരു വചനമുണ്ട്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിലാണ്. When the time is right, I the Lord will make it happen. ഞാൻ ഒത്തിരി പ്രത്യാശ വയ്ക്കാൻ എന്നെ പഠിപ്പിക്കുന്നതും എന്നെ പ്രേരിപ്പിക്കുന്നതും ഈ ഒരു വചനം തന്നെയാണ്. അവിടുത്തെ പദ്ധതികൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: അവിടുത്തോട് ചേർന്ന് നിൽക്കുക എന്നത്. ബൈബിളിൽ നാം കാണുന്നുണ്ട്, ദാവീദിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവം ദാവീദിനൊപ്പമായിരുന്നു. അതിന് കാരണം ദാവീദും ദൈവത്തോടൊപ്പമായിരുന്നു. നാം അവിടുത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്. നോയമ്പിൻ്റെ ഈ കാലത്ത്, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ചെറിയ ത്യാഗങ്ങളുടെയും ഒക്കെ ഈ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അതുതന്നെയാണ്: ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക എന്നത്. കുമ്പസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും നമുക്കവിടുത്തെ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകാരാകുവാനും അതുവഴി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും സാധിക്കും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് അവിടുത്തെ വചനങ്ങളിലൂടെയാണ്. അനുദിനം വചനം വായിക്കുന്നതും വചനാധിഷ്ഠിതമായൊരു ജീവിതവും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ